അറിയണം, ലോകത്ത് ദൈവപുത്രനായ ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. അവിടുന്ന് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തു. അതുപോലെ തന്നെ കുഷ്ഠരോഗിയെ തൊട്ടു സൗഖ്യപ്പെടുത്തി, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതാണ് യേശു ക്രിസ്തു ചെയ്ത നന്മകൾ. അങ്ങനെ നന്മ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ശത്രുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ നന്മ ചെയ്തു പോയാൽ ഈ ലോകത്ത് ശാത്താന്റെ കൂടെ കൂടാൻ ആരും ഉണ്ടാകുകയില്ല എന്ന് പ്രതീക്ഷിച്ച് ആ രാജ്യത്തെ ജനങ്ങളെല്ലാം കാലഘട്ടം കഴിഞ്ഞപ്പോൾ, അതായത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് കന്യകയിൽ ജനിച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ 3 കൊല്ലത്തെ പരസ്യ ജീവിതം നടത്തി ആ കാലഘട്ടത്തിൽ ആ നാട്ടിലെ പല ജനങ്ങൾക്കും അനുഗ്രഹവും അത്ഭുതവും അതുപോലെ അടയാളങ്ങളും നൽകി. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. അവരെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രഘോഷിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, എന്റെ വചനം പറയുന്നവരെ ഞാൻ അവരെ അറിയും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു തന്റെ ദൗത്യം ആരംഭിച്ച സമയത്ത് പെസഹ വ്യാഴാഴ്ച തന്റെ ശിഷ്യരെ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, എനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അവർ പ്രവചിച്ചു. ഞാൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, പീഡ സഹിക്കും, കുരിശിൽ തറക്കപ്പെടും, ഉദ്ധാനം ചെയ്യും. കൂടെയുണ്ടായിരുന്ന പത്രോസിനെ പറഞ്ഞു, ഇതങ്ങനെയൊന്നും സംഭവിക്കരുത്. കർത്താവ് പത്രോസിനോട്, സാത്താനേ, സ്വന്തം കൂടെയുള്ള